പറഞ്ഞു വന്നതുപോലെ ആദിൽ പാലോടിലേക്ക് നമ്മളൊന്ന് പോയി. അപ്പോൾ ഇന്ന് ആനന്ദ് ബോസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണും. തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം. മാത്രവുമല്ല, അവിടെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയും പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊൽക്കത്തയിൽ സംഭവിക്കുന്നു. ആദിൽ പാലോടും റിപ്പോർട്ടർ വാർത്താ സംഘവും കൊൽക്കത്തയിൽ തുടരുകയാണ്. നമുക്ക് ആദിൽ പാലോടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. കൊൽക്കത്തയിൽ ഇന്നലെ രാത്രിയിലും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സങ്കീർണമാവുകയാണോ? മമതാ ബാനർജിക്ക് അത്ര ശുഭകരമായ വാർത്തയല്ല കൊൽക്കത്തയിൽ നിന്ന് വരുന്നത്, അല്ലേ? മമത ഭയപ്പെട്ടതുപോലെ ബംഗ്ലാദേശിന് സമാനമായ ഒരു അട്ടിമറി അത് വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ സംഭവിക്കുമോ എന്ന ഒരു ആശങ്ക മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. അത് സംഭവിക്കുമോ എന്ന ചോദ്യത്തിന് അടുത്തെത്തി നിൽക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളും ഒപ്പം കൊൽക്കത്തയും എന്ന് നമുക്ക് പറയാം. ഞാനിപ്പോൾ ആർജിക്കാർ മെഡിക്കൽ കോളേജിന്റെ ക്രൂരകൃത്യം നടന്ന കെട്ടിടത്തിന്റെ തൊട്ട് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് സമരപ്പന്തലുള്ളത്. ഈ സമരപ്പന്തലിനോട് ചേർന്ന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിവരികയായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ, സമീപത്തുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഇവിടെ എത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അത് വലിയൊരു പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ആ കാഴ്ചകളെ നിയന്ത്രിക്കാൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം നിരോധനാജ്ഞ ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചത്. ആർജിക്കാർ മെഡിക്കൽ കോളേജിന് പരിസരത്ത് 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇവിടെ പോസ്റ്ററുകളൊക്കെ കാണാം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിനെ മറികടക്കാൻ എങ്ങനെയാകുമെന്നതാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ നോക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാർ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് നൽകുമെന്നാണ് അറിയുന്നത്. നിരോധനാജ്ഞ പിൻവലിക്കണം. മാത്രമല്ല, ഒരാഴ്ചയോളമാകുന്നു CBI തന്നെ കേസ് ഏറ്റെടുത്തിട്ട്. അങ്ങനെ CBIയുടെ കേസ് അന്വേഷണം എവിടെ എത്തി, അന്വേഷണത്തിന്റെ തൽസ്ഥിതി വിവരം പൊതുജനങ്ങളെ കൂടി അറിയിക്കണം, വിദ്യാർത്ഥികളെ കൂടി അറിയിക്കണം, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും അതിലെന്ത് തീരുമാനം വരും എന്നുള്ളത് പ്രധാനമാണ്. നിരോധനാജ്ഞ പിൻവലിക്കാൻ കോടതി ഇടപെടുകയാണെങ്കിൽ അത് മമതാ സർക്കാരിനുള്ള വലിയ തിരിച്ചടിയാകും. അങ്ങനെ നിയന്ത്രണം ഇരിക്കെ തന്നെയാണ് ഇന്നലെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം കൊൽക്കത്തയിൽ പല സ്ഥലങ്ങളിൽ അരങ്ങേറിയത്. അതിലേറ്റവും പ്രധാനം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം നടക്കുന്ന സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലായിരുന്നു. അതൊരു വലിയ ആയിരക്കണക്കിന് 60,000 പേർ അതിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. 60,000 ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പ്രതിഷേധമുണ്ടാകുമെന്ന കണക്കിലെടുത്ത് കൽക്കട്ട പോലീസ് മത്സരത്തിന് അനുമതി നിഷേധിച്ചു. അതിന് പിന്നാലെ അതൊരു അഭയയ്ക്ക് നീതി തേടിയുള്ള ഒരു പോരാട്ടമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ കൽക്കത്തയിൽ കണ്ടത്. അതിനു പിന്നാലെ പലയിടങ്ങളിൽ അർദ്ധരാത്രി പുലർച്ചെ എല്ലാം പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. വനിതകൾ കൂട്ടമായി ഇറങ്ങുന്നു, വയോധികർ കൂട്ടമായി ഇറങ്ങുന്നു. അങ്ങനെ കൽക്കത്തയാകെ ഒരു പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് എവിടെ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന് സമാന്തരമായി തന്നെ അരുൺ പറഞ്ഞതുപോലെ നിർണായകമായ ഭരണപരമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഗവർണർ അമിത്ഷായെ കാണാൻ സമയം തേടി. അത് ഇന്നോ നാളെയോ തന്നെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ആ നിലയിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്താകുമെന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. ഒപ്പം CBI അന്വേഷണം ഇപ്പോഴെവിടെ നിൽക്കുന്നു എന്നതാണ് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളവും ആശങ്ക ഉയർത്തുന്ന കാര്യം. ഒരാഴ്ച പിന്നിടുമ്പോഴും സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയറിൽ മാത്രമാണ് CBIയും എത്തി നിൽക്കുന്നത്. സന്ദീപ് ഘോഷ് എന്ന മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായൊരു ധാരണയിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വാട്സ്ആപ്പ് കോളുകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ പോലീസ് CBI ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ഫോൺ വിളികൾ അടക്കമുള്ള റെക്കോർഡുകളാണ് ആദിൽ പാലോട്. കറക്റ്റ്. ആദിൽ പാലോട് കൂടുതൽ പ്രതികരണങ്ങൾ കൽക്കത്തയിൽ നിന്ന് എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഒരിക്കൽ കൂടി ഈ രക്ഷിതാക്കളെ സമീപിക്കാവുന്നതാണ്. ഇന്നലെ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് തീർച്ചയായും മമതാ ബാനർജിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനൊരു അവകാശമുണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അടിമുടി ദുരൂഹതയാണ് അവിടെയുള്ളത്. എന്തുകൊണ്ടാണ് RGക്കാർ മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടാവേണ്ട എമർജൻസി മെഡിസിൻ്റെ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടത്? ആ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പോയത്? അവിടെ എന്തുകൊണ്ടാണ് സഞ്ജയ് റോയി പോലെയുള്ള ഒരു ക്രിമിനലിന് ഒരു ആക്സസ് കിട്ടിയത്? അവിടെ എത്തിയതിനു ശേഷം കുറ്റകൃത്യം നടന്നതിന് ശേഷം ആ കുറ്റകൃത്യം നടന്ന സ്ഥലം എന്തുകൊണ്ടാണ് പോലീസ് സീൽ ചെയ്ത് തെളിവുകൾ സംരക്ഷിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് വീണ്ടും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഒരു തരത്തിലുള്ള തത്വദീക്ഷയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ തുറന്നു കൊടുത്തത്? എന്തുകൊണ്ടാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇതിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്കാരനാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയത്? അടിമുടി ദുരൂഹത നിറഞ്ഞ ഇടപെടലുകളാണ് ഉണ്ടായത്. രക്ഷിതാക്കൾക്ക് 3 മണിക്കൂർ നേരം മോർച്ചറിക്ക്
മുന്നിൽ കാത്തിരിക്കേണ്ടി വന്നു. അർദ്ധനഗ്നയായി കിടക്കുന്ന സ്വന്തം മകളുടെ ശരീരം കാണാൻ. ആ ശരീരം കണ്ടുകൊണ്ട് ശരീരത്തിൽ 100ഓളം മുറിവുകൾ ഉണ്ടായിരിക്കെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വെസ്റ്റ് ബംഗാൾ സർക്കാരിന് എന്തായിരുന്നു ഇത്ര ധൃതി? ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. തീർച്ചയായും CBIയുടെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മാ മതി മാനുഷ്, അതാണ് മമതാ ബാനർജിയുടെ മുദ്രാവാക്യം. രക്ഷിതാക്കൾ ഇന്നലെ ചോദിച്ചു, ലക്ഷ്മിശ്രീയും കന്യാശ്രീയും ഒക്കെ ഈ മമതാ ബാനർജി നടപ്പിലാക്കുന്നുണ്ടല്ലോ, ആ ലക്ഷ്മി നാട്ടിലുണ്ടോ എന്ന് മമതാ ബാനർജി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ മമതാ ബാനർജി പ്രതിക്കൂട്ടിലാണ്, പ്രതിരോധത്തിലാണ്. ഈ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടായേ മതിയാവൂ. പ്രതിഷേധം കൽക്കത്തയുടെ തെരുവുകളിൽ ആളുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് കൊൽക്കത്തയിൽ നിന്നും.